നമസ്കാരം. അൻസാരി സുഹൈരി 25 ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുന്ന നിങ്ങൾ ചിരിച്ച് തലകുത്തുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത്തരത്തിലൊരു കിടിലം വീഡിയോ ആയിട്ടാണ് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെക്കുറിച്ച് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 25 ന്യൂസിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പേ കളമശ്ശേരിയിൽ നടുക്കിയ ഭീകരാക്രമണം. കളമശ്ശേരി സ്ഫോടനത്തിന് 2 വർഷം 12 വയസ്സുള്ള പെൺകുട്ടിയടക്കം 8 പേരെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയ ഒരു കൊടും ക്രൂരനായിട്ടുള്ള ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു തീവ്രവാദിയായിട്ടുള്ള പാർട്ടിൻ എന്ന് പറയുന്ന ഒരു പരമനാറിയെ സംഘപരിവാറും കാസായും ഏത് രീതിയിലാണ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. ഇദ്ദേഹത്തിന്റെ UAP കുറ്റമൊക്കെ എടുത്ത് മാറ്റിയത് സന്തോഷപൂർവ്വം ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുകയാണ്. കാരണം ഇത് മാർട്ടിൻ ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിഗണന കിട്ടുന്നത്. നേരെ മറിച്ച് വല്ല ഷുക്കൂറോ അമീറോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഇവന് യാതൊരു തരത്തിലുള്ള പരിഗണനയും കിട്ടത്തില്ല. പോരാത്തതിനും വിദേശ തീവ്രവാദമൊക്കെ ആരോപിച്ചുകൊണ്ട് അവനെ കാലാകാലം അകത്തിട്ടാന് അല്ലെങ്കിൽ തൂക്കിലേറ്റിയാനായിരുന്നു. 8 പേരെ കൊലപ്പെടുത്തിയ കൊടും കുറ്റവാളിയായിട്ടുള്ള ഈ ക്രൂരനായിട്ടുള്ള ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഈ കൃസംഗി നാറീന ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്ന സംഘികളും സംഘപരിവാറും കൂസന്മാരും ഇവനെതിരെ ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. എന്തായാലും 25 ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മക്കൾ ഇന്ന് പുതിയ സ്കൂളുകളിലേക്ക്, അതായത് നമ്മുടെ കളമശ്ശേരി സെന്റ് റീത്ത സ്കൂളിൽ തട്ട വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു പോയിട്ടുള്ള ആ പെൺകുട്ടിക്ക് മറ്റൊരു ക്രൈസ്തവ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ആ കുട്ടിയുടെ മതവിശ്വാസ പ്രകാരമുള്ള തട്ടമിട്ടുകൊണ്ട് തന്നെ ആ സ്കൂളിൽ പഠിക്കാനായിട്ട് അവിടുത്തെ ക്രൈസ്തവ മാനേജ്മെന്റ് അനുമതി കൊടുത്തു. സ്വാഗതാർഹം. ഇതാണ് നമ്മുടെ യഥാർത്ഥ കേരളം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത, കൊടുങ്ങല്ലൂരിൽ RSS പ്രവർത്തകന്റെ ജനേന്ദ്രിയ മുറിച്ച സംഭവം. ഇവാഞ്ചലോ ആശ്രമം നടത്തിപ്പുകാർ പിടിയിൽ, പിന്നിൽ STP ആണെന്ന് സഹോദരൻ ആരോപിച്ചിരുന്നു. അതായത് ഒരു പാസ്റ്ററും അവരുമാണ് ഇവന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റിയത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം രണ്ടുപേരും ഒരു ത്രാസിന്റെ ഇരുവശങ്ങളായതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ മുറിച്ചു മാറ്റിയപ്പോഴത്തേക്ക് ഇത് ഇവിടുത്തെ STP ആണെന്നാണ് കുടുംബം ആദ്യം ആരോപിച്ചുകൊണ്ടുവന്നത്. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ 25 ന്യൂസിലേക്ക് നമ്മുടെ ഉസ്താദ് പറയുന്ന ആ രസകരമായിട്ടുള്ള ആ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് പ്രേക്ഷകരെ കൊണ്ടുവന്ന. വീഡിയോ മുഴുവനായിട്ട് കാണുക. ചിരിച്ച് നിങ്ങൾ തലകുത്തും. നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റുകൾ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം. 25 ന്യൂസിന്റെ പ്രേക്ഷകർക്ക് 25 ന്യൂസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഒക്ടോബർ 29 കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദി മാർട്ടിൻ കേരളം കണ്ട ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണമായ കളമശ്ശേരി സ്ഫോടനത്തിൽ 8 പേരെ കാലപുരിക്ക് അയച്ചിട്ട് ഇന്നേക്ക് 2 വർഷം തികയുകയാണ്. 2029 മാർട്ടിനുമേൽ ചുമത്തിയിട്ടുള്ള UAP നിയമം നീക്കം ചെയ്ത വിവരം ഈ അവസരത്തിൽ പ്രേക്ഷകർ ഓർക്കുമല്ലോ. യഹോവ സാക്ഷികൾ ഭാരതീയ സംസ്കാര നിയമങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നില്ല എന്നും ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നില്ല എന്നും ആ വെറുപ്പിൽ നിന്ന് ഉയർന്നു വന്ന മാർട്ടിന്റെ പ്രകോപനമാണ് 8 പേരെ കൊല ചെയ്യാൻ അല്ലെങ്കിൽ യഹോവ സാക്ഷികളായ ആളുകളുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ബോംബ് വെക്കാൻ പ്രേരിതമായത് എന്ന് പിന്നീട് മാർട്ടിൻ അറിയിക്കുകയുണ്ടായി. ഈ സമയം മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. കൊടുങ്ങല്ലൂരിൽ കൊലക്കേസ് പ്രതിയായ RS പ്രവർത്തകന്റെ വജ്രായുധം മുറിച്ചു കളഞ്ഞ കേസിൽ ഇവാഞ്ചലോസ് ആശ്രമം നടത്തിപ്പുകാരനായ പാസ്റ്റർ അടക്കം 3 പേർ അറസ്റ്റിൽ. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സുദർശന്റെയാണ് വജ്രായുധം പാസ്റ്റർ കട്ട് ചെയ്ത് കളഞ്ഞത്. കട്ട് ചെയ്ത പാസ്റ്ററും കട്ട് ചെയ്യപ്പെട്ട സുദർശനും രണ്ടുപേരും ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടാത്തവരായതുകൊണ്ട് തന്നെ എന്നാൽ ഈ കേസിൽ തീവ്രവാദ സ്വഭാവമോ ജിഹാദിസത്തിന്റെ ഇടപെടലുകളോ തീരെ തന്നെ കാണാതിരിക്കുന്നത് അന്വേഷണത്തിൽ പ്രതികളായി പിടിക്കപ്പെട്ടതും വജ്രായുധം നഷ്ടപ്പെട്ട സുദർശനും വജ്രായുധം നഷ്ടപ്പെടുത്തിയ പാസ്റ്ററും രണ്ടുപേരുടെയും വജ്രായുധങ്ങൾക്ക് തെല്ലും തുമ്പും പൂർണ്ണമായി ഉള്ളതുകൊണ്ടാണ്. ഇവ രണ്ടും കട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിൽ തീവ്രവാദ എലമെന്റ്സുകൾ ഇല്ലാതിരിക്കുന്നത് എന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ഈ അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരുടെ ആഗ്രഹമുണ്ട്. വജ്രായുധം നഷ്ടപ്പെട്ട സുദർശന് കൈനഷ്ടപ്പെട്ട ജോസഫ് മാഷിന് കിട്ടിയതുപോലെ തസ്ലീമ നസറിന്റെ ഭാഗത്തു നിന്നുള്ള ഉപഹാരങ്ങൾ എസൻസ് ഗ്ലോബൽ നൽകുമോ എന്ന ചോദ്യവും അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ അടുത്ത വർഷത്തെ എസൻസിന്റെ പരിപാടിയിൽ വജ്രായുധം നഷ്ടപ്പെട്ട സുദർശനന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദർശനം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട വജ്രായുധം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അത്തരമൊരു വജ്രായുധത്തിന് വേണ്ടി എസൻസ് ഗ്ലോബൽ ആരിഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ ആരിഫ് ഹുസൈൻ ഇത്തരത്തിലുള്ള വജ്രായുധം നഷ്ടപ്പെട്ടതുകൊണ്ട് ഒരുപാട് വിലാപങ്ങളും സങ്കടങ്ങളും അദ്ദേഹം പങ്കുവച്ചതുകൊണ്ട് ഇരുവർക്കും എസൻസ് ഗ്ലോബലിന്റെ ഉപഹാരങ്ങൾ സമ്മാനിക്കുമെന്ന് ഈ അവസരത്തിൽ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. വാർത്തകൾ വിശദമായി. ഈ അവസരത്തിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തു വരികയാണ്. മലപ്പുറം സ്വദേശിനിയുടെ ആദ്യ പ്രസവത്തിലെ കുട്ടിക്ക് 1 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പ് 2ാമത് യുവതി വീണ്ടും ഗർഭിണിയാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. മുഴുവൻ ചാനലുകളിൽ തത്സമയം ഈ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഇതറിഞ്ഞത് മുതൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു സർവകക്ഷി യോഗം സംഘടിപ്പിക്കുമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. സർവകക്ഷി യോഗത്തിന് ശേഷമാണ് പ്രസവിക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ആകാംക്ഷയുള്ള ഈ വാർത്ത നമുക്ക് പ്രേക്ഷകർക്ക് ഒരു ശുഭവാർത്തയാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസരത്തിൽ പ്രേക്ഷകരിൽ
പ്രേക്ഷകരിലേക്ക് മറ്റൊരു വാർത്ത കൂടി എത്തിക്കുകയാണ്. കുടിൽ വ്യവസായം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചിത്രം കുടുംബങ്ങൾ ചേർന്ന് അച്ചപ്പവും കുഴലപ്പൊക്കെ വിൽക്കുന്നവരെയാണല്ലോ. എന്നാൽ അഭിഭാഷകയായ അമ്മയും മകനും ചേർന്ന് വിറ്റത് അച്ചപ്പവും കുഴലപ്പവുമല്ല, MDMA ആണ്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും പുന്നപ്പറ പോലീസും ചേർന്ന് വിൽപ്പനക്കായി കൊണ്ടുവന്ന 3 ഗ്രാമോളം MDMA-യുമായി അമ്പലപ്പുഴ കരൂർ കൗസല്യ നിവാസി സൗരോജിത്ത് 18 വയസ്സ്. അദ്ദേഹത്തിന്റെ അമ്മയായ കൗസല്യ നിവാസ് സത്യമോൾ വയസ്സ് 46 എന്നിവരെയാണ് പറവൂരിലെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് KL 02BL 3346 എന്ന കാറിൽ നിന്നും പിടികൂടിയത്. എന്നാൽ ഈ അഭിഭാഷകയുടെ കസ്റ്റമറായിട്ടുള്ള ധാരാളം മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരു പക്ഷേ ഇവരെ MDMA-യിലേക്ക് എത്തിച്ചതാണ് എന്ന അന്വേഷണം ഒരു പക്ഷേ പുറത്തേക്ക് വന്നേക്കാം. ഇടവേള. ടെക്നോളജി നിങ്ങളുടെ ഹൃദയം പോലെ പല്ലും വെട്ടി തങ്ങട്ടെ പുതിയ ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്ത മാവിലയും ഉമുക്കിരിയും രണ്ടും സമ്മിശ്രമായി ചേർത്ത് പല്ല് തേക്കൂ, പല്ല് തിളങ്ങട്ടെ, അതോടൊപ്പം നിങ്ങളുടെ ഹൃദയം തിളങ്ങട്ടെ. ഈ അവസരത്തിൽ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരുന്നു. ജനം ടിവിയിലെ ചാനൽ ചർച്ചക്കിടയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയ യുവാവ് മൂത്രമൊഴിക്കാൻ അടയാളമായി കൈപൊക്കി കാണിച്ചിട്ടും അദ്ദേഹത്തിന് മൂത്രമൊഴിക്കാൻ വിടാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. അത് ശക്തമായി മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടും കൈ 2-3 തവണ പൊക്കി കാണിച്ചിട്ടും ഒരു പാമ്പേഴ്സ് പോലും അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തിട്ടില്ല എന്ന അദ്ദേഹത്തിനോട് പെരുമാറിയ കരണീയമല്ലാത്ത പെരുമാറ്റത്തിൽ പ്രേക്ഷകർ ശക്തമായി ഈ വിഷയത്തോട് സമീപിക്കുന്നു എന്നും ഈ അവസരത്തിൽ പ്രേക്ഷകരോട് അറിയിക്കുകയാണ്. പെൺകുട്ടികൾ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ ഒളിഞ്ഞിരുന്നു പകർത്തി മധ്യപ്രദേശിൽ 3 ABVP പ്രവർത്തകർ അറസ്റ്റിൽ. എക്സ് മുസ്ലിം നേതാവായി സാഹിൽ ഇസ്ലാമിലേക്ക് മടങ്ങി, മതവിരുദ്ധ പേജുകൾ ഡിലീറ്റ് ചെയ്തു, വിമർശനം നിർത്തി. ന്യൂഡൽഹി. രാജ്യത്ത് ഇസ്ലാം മതം ഉപേക്ഷിച്ചവരുടെ കൂട്ടായ്മയായ എക്സ് മുസ്ലിം നേതാവും കടുത്ത മതവിമർശകനുമായിരുന്ന മുംബൈ സ്വദേശി സാഹിൽ ഇസ്ലാമിലേക്ക് മടങ്ങി. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട, 1 കിലോ MDMA-യുമായി ഒരാൾ പിടിയിൽ. തൃശൂർ കൊരട്ടി സ്വദേശി M ലിജേഷ് ആണ് പിടിയിലായത്. ബലാത്സംഗം, നിർബന്ധിത മതപരിവർത്തനം, ഗർഭചിത്രം. യൂട്യൂബറും നടനുമായ മണി മെരാജ് അറസ്റ്റിൽ. ഈ അവസരത്തിൽ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. ബാല്യകാലം മുതൽ ഇന്ത്യയുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ വൈവിധ്യം കാണാൻ മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിർധനയായ യുവതിയുടെ ഹൃദയഭേദകമായ വാക്കുകൾ പ്രേക്ഷകരിൽ കൗതുകമുണർത്തുന്നു. വണ്ടിക്കൂലിയോ മറ്റോ ഇല്ലാത്തത് കൊണ്ടാണ് പാകിസ്ഥാനിൽ പോകാതിരിക്കുന്നത് എങ്കിൽ പ്രേക്ഷകർ നൽകാമെന്ന സന്തോഷത്തിന്റെ വാക്കുകൾ ഈ അവസരത്തിൽ പ്രേക്ഷകർ നമ്മളോട് പങ്കുവെക്കുന്നു. ആ യുവാതിയുടെ കരളലിയിപ്പിക്കുന്ന ആ ഒരു അഭ്യർത്ഥനയും സങ്കടവും നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് കേട്ടു നോക്കാം. അത്രമാത്രം ഇന്ത്യക്കാരാണോ അത്രമാത്രം പാകിസ്ഥാനോട് നമുക്കൊക്കെ സ്നേഹമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാൻ. അവസരം കിട്ടിയ കാരണം എന്റെ വേദങ്ങൾ പറഞ്ഞ പുണ്യഭൂമി. അപ്പൊ എനിക്കതിനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ എത്രമാത്രം വല്ലപ്പോഴേ സ്നേഹിക്കുന്നു അത്രമാത്രം എന്നെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ എന്റെ മനസ്സിൽ. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഈ യുവതിയെ ഇന്ത്യയിലേക്ക് വന്നിട്ട് റിട്ടേൺ പോകുന്ന ഏതെങ്കിലും ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഈസോ ഏതെങ്കിലും ലോറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറ്റിയെങ്കിലും കൊണ്ടുപോയി ആ നാടിന്റെ വൈവിധ്യങ്ങൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രേക്ഷകർ ഈ അവസരത്തിൽ അഭിപ്രായപ്പെട്ടത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. പൊന്നോസ്താദേ, നിങ്ങള് ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഇതൊന്നും ചെയ്യേണ്ട ആളല്ല, നിങ്ങൾ വേറെ ലെവലിൽ പോകേണ്ട ആളാണ്. എന്താണേലും ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവവികാസങ്ങളെയും വളരെ രസകരമായ രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ട അൻസാരി സുഹൈരി ഉസ്താദ്. അതിൽ അവസാനത്തെ പോർഷൻ നിങ്ങൾ കണ്ടു കാണും എന്ന് വിചാരിക്കുന്നു. ഒരു പാവപ്പെട്ട ഒരു സഹോദരിയുടെ ആ ഒരു വിലാപം അല്ലെങ്കിൽ അവരുടെ ഒരു വേദന, അത് എൻ്റെ പ്രിയപ്പെട്ട ഈ വാർത്ത കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഗൂഗിൾ പേ നമ്പറിലേക്ക് കുറച്ച് പൈസ ഒന്ന് അയച്ചു കൊടുക്കണം. ഇത്രയധികം പാകിസ്ഥാനെ സ്നേഹിക്കുന്ന മറ്റൊരു സ്ത്രീയും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർ ആ സ്നേഹം കണക്കിലെടുത്തുകൊണ്ട് അവരെ ആ നാട്ടിലേക്ക് കയറ്റി അയക്കാനായിട്ടുള്ള എല്ലാ നടപടികളും ബഹുമാനപ്പെട്ട സർക്കാരും ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ അതിന് മുൻകൈയിട്ട് ഇറങ്ങണം. എന്നിട്ട് ഈ മരവാഴേനെ അങ്ങോട്ട് കയറ്റി അയക്കണം. അതോടുകൂടി ഇവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും 25 ന്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി സുഹൈരി ഉസ്താദിനോട് അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.